ഹലോ, ഹലോ. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ നമുക്ക് വളരെയധികം ഇൻഫർമേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കിട്ടിയത്. പ്രത്യേകിച്ചും ആ ഗൾഫിലെ റെസ്റ്റോറൻറ്റിലുള്ള ആ ജീവനക്കാർ എങ്ങനെയാണ് ആ മുതലാളിക്ക് പണി കൊടുത്തതുകൊണ്ട് ആ റെസ്റ്റോറൻറ്റ് പൂട്ടിച്ചത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇനി അങ്ങനെ ഒരു തെറ്റ് ഒരു മുതലാളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കാനും ഈ തരത്തിലുള്ള റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ മറ്റേത് കമ്പനിയിലോ ഉള്ള ജീവനക്കാരുടെ മേലിൽ എങ്ങനെ അവരോടത്ത് പെരുമാറണമെന്നും എങ്ങനെ അവരുടെ മേലൊരു കണ്ണ് വെക്കണമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെ, നമുക്ക് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിലുള്ള എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് വേണം നമ്മൾ കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ. അല്ലെങ്കിൽ നമ്മൾ പാടെ പരാജയമായിരിക്കും. ഇത് ഒരു കമ്പനി നടത്തി വിജയിച്ച ഒരാളുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കഥ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി ആ കമ്പനിയുടെ മുതലാളി ഈ കമ്പനിയിലുള്ള ജീവനക്കാർ ഇയാളെ പറ്റിച്ചിട്ട് ഇയാളുടെ ക്ലയൻസും അടിച്ചെടുത്തിട്ട് വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. അയാൾ ഇതൊക്കെ അറിയുന്നുമുണ്ട്, ഇതൊക്കെ കണ്ട് രസിക്കുന്നുമുണ്ട്. അയാൾ പറയുന്നത് വേറൊന്നുമല്ല, എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എനിക്കിതൊക്കെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. കാരണം പുള്ളിക്ക് വേറെ സമയമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എന്നാൽ അവരെ അങ്ങ് പിരിച്ചു വിട്ടൂടെ? അപ്പോൾ അയാൾ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അപ്പോൾ ഞാൻ അയാളുടെ ഒരു കഥ അങ്ങ് ആദ്യം തൊട്ടേ അങ്ങ് പറയാം. ഇതിലെ കഥ തുടങ്ങണമെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ വഴിയുള്ളൊരു പരിചയമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. വേറൊന്നുമല്ല, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഇപ്പോൾ ഇവനാണെങ്കിൽ നല്ല മാർക്കറ്റിംഗ് പുലിയാണ്. ആളുകളെയൊക്കെ ചാക്കിട്ട് പിടിച്ച് എന്ത് പരിപാടിക്കും കൊണ്ടുവരാനായിട്ടുള്ളൊരു മിടുക്ക് അവന് പണ്ട് തൊട്ടേ ഉണ്ട്, കോളേജിൻ്റെ കാലം തൊട്ടേ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലോട്ട് വന്ന ആളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ഹീറോ. അപ്പോൾ ഇയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്ത് യു എസിലോട്ട് ഇൻഫോസിസുകാരന്മാർ പറഞ്ഞു വിട്ടു. അന്നേരം ഇയാളുടെ ഒരു ആർത്തി കാരണം അയാൾ ഇൻഫോസിസ് നിന്നും ചാടി യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വേറൊരു കമ്പനിയിൽ ജോലിക്ക് കയറി. പക്ഷേ ഒരു പണി കിട്ടി. ഇയാളുടെ സഹോദരൻ്റെ കല്യാണത്തിന് ഇന്ത്യയിലോട്ട് വന്നു. അന്നേരമാണ് നമ്മുടെ ബിൻ ലാദൻ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചത്. ഇതൊരു കുറേ കാലം മുമ്പ് നടന്നൊരു കഥയാണ്. അങ്ങനെ വിസ റെസ്ട്രിക്ഷനൊക്കെ ഏർപ്പെടുത്തി ഇയാൾക്ക് തിരിച്ച് യു എസിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഇയാൾ കുടുങ്ങിപ്പോയി. പിന്നെ ഇൻഫോസിസിലോട്ട് പോവുകയാണെങ്കിൽ അവരും എടുക്കത്തില്ല, ചവിട്ടി പുറത്താക്കുക, രാജിവെച്ച് പുറത്ത് വന്നുകൊണ്ട്. അവസാനം ഇയാളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കൂടെ കൂടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങുക. പക്ഷേ ഇയാൾ നമ്മുടെ അണ്ണനെ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അണ്ണൻ ഇയാളെക്കുറിച്ച് അറിഞ്ഞിട്ട് പോയി ചാക്കിട്ട് പിടിച്ച് തൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയിലോട്ട് കൊണ്ടുവന്നു. 35,000 രൂപ പെർ മന്ത് സാലറി. അന്ന് വലിയൊരു തുകയാണ് ആക്ച്വലി 35,000 രൂപ ഇന്ത്യയിൽ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇവന് നല്ല മാർക്കറ്റിംഗ്, എൻ്റെ കൂട്ടുകാരൻ നല്ല മാർക്കറ്റിംഗ് പുലി ആയതുകൊണ്ട് തന്നെ അവൻ ഒരു ക്ലയൻറ്റിനെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആകെപ്പാടെ ഒറ്റ ക്ലയൻറ്റും ഒറ്റ സോഫ്റ്റ്വെയർ ഡെവലപ്പറും കൊണ്ടാണ് കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ല, അവൻ്റെ തനി കുണം കാണിച്ച്. അവനാണെങ്കിൽ ഇവന് ആദ്യത്തെ മാസം സാലറി കൊടുത്തില്ല. പക്ഷേ അവന് വേറൊരു ഓഫർ വെച്ച് കൊടുത്തു, നമുക്ക് പാർട്ണർഷിപ്പിൽ ഈ കമ്പനി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല എനിക്ക് സാലറി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, സാലറി തന്നേ പറ്റത്തുള്ളൂ. പിന്നെ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പർ പറയുകയും ചെയ്തു, നിങ്ങൾ ആദ്യമേ തന്നെ എനിക്ക് 15% ഷെയർ 35,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താണെന്നാണ് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ഞാനതൊരു 40% ഷെയർ ആക്കാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സാലറി തരാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പറ്റത്തില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പോയാൽ മതി, എനിക്ക് 20% ഷെയർ തന്നേര്, പിന്നെ സാലറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 30,000 രൂപ കണ്ടാൽ തന്നാൽ മതി. അങ്ങനെ ഇവരൊരു തീരുമാനത്തിലെത്തി. ശരി, അടുത്ത മാസം ആവട്ടെ, പെൻഡിങ്ങും കുടിശ്ശികയും എല്ലാം കൂടെ ചേർത്ത് അങ്ങ് തീർത്ത് തന്നേക്കാമെന്ന് എൻ്റെ കൂട്ടുകാരൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞങ്ങ് വിശ്വസിപ്പിച്ചു. എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഇവൻ നാക്കിട്ടടിച്ച് ആരായാലും അങ്ങ് വീണു പോകും. അങ്ങനെ അടുത്ത ആ ഒരു മാസം കൂടെ അങ്ങ് കടന്നുപോയി. അങ്ങനെ പിറ്റേ മാസം ആയപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ അടുത്ത് വന്നിട്ട് കാല് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പേയ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല സുഹൃത്തേ, എനിക്ക് തരാൻ നിർവാഹമില്ല, അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. അതിൻ്റെ 3ാമത്തെ മാസം ആവട്ടെ, അപ്പം എന്തായാലും പേയ്മെൻറ്റ് വരുമ്പോൾ എല്ലാം അങ്ങ് നമുക്ക് അടപടലേ അങ്ങ് തീർത്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ മാസം ലാസ്റ്റ് ആയപ്പോഴേക്കും പേയ്മെൻറ്റ് വന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വീണ്ടും അവൻ്റെ തനിക്കുണം കാണിച്ചു. ഇവനാണെങ്കിൽ ഒരു 8,000 രൂപ ഇവനങ്ങ് കൊടുത്തു, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു,
ഇതുകൊണ്ട് തൽക്കാലം ഒന്ന് തൃപ്തിപ്പെടണം. പിന്നീട് പറഞ്ഞു നമ്മുടെ കമ്പനിയിലോട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതിന് വേണ്ടി ബാക്കി കാശ് ചിലവാക്കണം, ഇത് നിൻ്റെയും കൂടെ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവനൊരു ഉടായ്പ് ഫീൽ ചെയ്തു. ഒന്നാമത്തെ കാര്യം ഇതൊരു വാക്കാലിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്, അല്ലാതെ വേറെ അവൻ പേപ്പറിലൊന്നും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇവൻ പറഞ്ഞു സമയമുണ്ടല്ലോ, എന്തിനാണ് വെറുതെ ഇത്ര ധൃതി പിടിച്ചൊരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കുന്നത്, ഇതിപ്പോൾ ഒരു പിച്ച വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജല്ലേ, ഈ കമ്പനി കാണുമോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല, ആകപ്പാടെ ഒരു ക്ലയൻറ്റേ ഉള്ളൂ. ഇവൻ വീണ്ടും വാചകം ഇട്ടടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവനൊരു തേപ്പ് ഫീൽ ചെയ്തു. അപ്പോൾ ഇവൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ അവൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല എന്ന് അവന് മനസ്സിൽ വിചാരിച്ചു. അവന് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി. പോണ കൂട്ടത്തിൽ അവനാണെങ്കിൽ ക്ലയൻറ്റിനെയും കൊണ്ടാണ് പോയത്. അവൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പോവുകയാണ്, ഞാൻ ഈ കമ്പനിയിലെ CTO ആണ്, ചീഫ് ടെക്നിക്കൽ ഓഫീസറാണ്, ഈ കമ്പനിയിൽ ഞാനല്ലാതെ വേറെ ജീവനക്കാരൊന്നും ഇല്ലതാനും, പണി അറിയാവുന്ന ആരുമില്ല, ഉള്ളവന്മാരെയൊക്കെ പണി പഠിപ്പിക്കുന്നത് ഞാനാണ്, അപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പം ക്ലയൻറ്റ് സ്വാഭാവികമായിട്ട് പറഞ്ഞു നിങ്ങൾ കമ്പനി തുടങ്ങിയല്ലേ, അപ്പോൾ പറഞ്ഞു അതെ, അപ്പം ഞാനും നിങ്ങളോടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലയൻറ്റും ഇയാളും കൂടെ ആ കമ്പനി വിട്ടു. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരാണ് എന്നെ വിളിച്ച് പറഞ്ഞു എടാ എനിക്കൊരു തേപ്പ് കിട്ടി, നല്ല മുട്ടൻ തേപ്പാണ്, ഇവ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് കാണിച്ചിരിക്കണതെന്നൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, കാരണം എനിക്കിവനെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പോയി ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിച്ചു, ഇതാണ് സംഭവം, ഞാനെന്ത് പിച്ചക്കാശാണോ ചോദിച്ചത്, അവൻ എനിക്ക് 8,000 രൂപ വെച്ച് നീട്ടിയിരിക്കുന്നു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഇവ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി, കാരണം രണ്ടുപേരും കാണിച്ചത് തേപ്പാണ്. അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി തിരിച്ച് ചോദിച്ചു, എടാ ഇതിങ്ങനെയാണ് അവൻ പറയണത്. അവൻ പറഞ്ഞു അവന് പോകണമെങ്കിൽ പോട്ടെ, പിന്നെ എന്തിനാണ് അവൻ എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ പോകണമെന്ന്, അതിൻ്റെ ഒരു ആവശ്യവുമില്ല, അതൊരു പക്ക തേപ്പാണ് എൻ്റെ ക്ലയൻറ്റിനെ കൊണ്ടുപോയത്, ഞാൻ കഷ്ടപ്പെട്ട് ചക്കിട്ട് പിടിച്ച ക്ലയൻറ്റിനെയാണ് അവൻ എടുത്തുകൊണ്ട് പോയതെന്ന് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്, പക്ഷേ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്, രണ്ടുപേരും നല്ല ജഗജില്ലികളാണ്. ഇപ്പം നമ്മളിപ്പം ഇടയ്ക്ക് കയറി കിടന്നിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഇവർ രണ്ടുപേരും പറയുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു പോട്ടെ, നിനക്ക് കഴിവുണ്ടല്ലോ, നല്ല മാർക്കറ്റിംഗ് സ്കില്ലുണ്ടല്ലോ, നിനക്ക് ഈ ക്ലയൻറ്റ് അല്ലെങ്കിൽ വേറൊരു ക്ലയൻറ്റിനെ നിനക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരന് അതെ ഞാൻ പറഞ്ഞതുപോലെ നല്ല മാർക്കറ്റിംഗ് സ്കില്ലുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ വേറൊരു ക്ലയൻറ്റിനെ പുഷ്പം പോലെ കൊണ്ടുവന്നു. അവൻ വേറെ ആളുകളെ റിക്രൂട്ട് ചെയ്തു, അവരൊക്കെ അപ്പാവികളായതുകൊണ്ട് പിന്നീട് ഇവൻ പറയണതൊക്കെ വിശ്വസിച്ച് ഇവൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇവൻ്റെ കമ്പനി ഇപ്പോൾ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ആളിപ്പോൾ സ്ഥലത്തില്ല, അവൻ ഇപ്പോൾ വിദേശത്തൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ വിദേശത്തിരുന്നുകൊണ്ടാണ് അവൻ കമ്പനിയൊക്കെ നിയന്ത്രിക്കുന്നത്. അതെന്തരോ ആവട്ടെ, നമ്മുടെ അണ്ണനുണ്ടല്ലോ, നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അവൻ്റെ അടുത്ത് ഞാൻ പോയപ്പോഴേക്കും അവനാകപ്പാടെ ഒരു ക്ലയൻറ്റേ ഉള്ളൂ. ഈ ക്ലയൻറ്റും വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്, കാരണം ഇവന് മാർക്കറ്റിംഗ് സ്കില്ലില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ക്ലയൻറ്റ് ഇല്ല, ഈ ഒരു ക്ലയൻറ്റും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും നീ ഒരു കാര്യം ചെയ്യും, നല്ല മാർക്കറ്റിംഗ് സ്കില്ലുള്ള പണി അറിയാവുന്ന ആരെങ്കിലുമൊക്കെ നീ റിക്രൂട്ട് ചെയ്യും കമ്പനിയിലോട്ട്, കാരണം നിനക്ക് നല്ല ടെക്നിക്കൽ സ്കില്ലുണ്ട്, നിന്നെപ്പോലെ വേറെ കോഡിങ് ചെയ്യാൻ അറിയാവുന്ന ഒരുത്തനും ഇല്ല, നല്ല അടിപൊളി ഡെവലപ്പറാണ്. പക്ഷേ മാർക്കറ്റിംഗ് സ്കില്ലില്ലാത്തതുകൊണ്ട് ക്ലയൻറ്റിനെ കിട്ടണമെങ്കിൽ നല്ല മാർക്കറ്റിംഗ് സ്കില്ല് തന്നെ വേണം. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, ആളെ റിക്രൂട്ട് ചെയ്ത് കാശ് കൊടുത്ത് ആളെ വയ്യി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് കാശ് കൊടുത്ത് ആളെ റിക്രൂട്ട് ചെയ്യാൻ ഉള്ള കെൽപ്പില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ആകെ മൊത്തം പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ തന്നെ മാർക്കറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങനെ വല്ലതും ശ്രമിച്ചു നോക്കുക, ആളെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞത് ഇവ അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. ഇവൻ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ തന്നെ ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇവന് കുറച്ച് ക്ലയൻസിനെയൊക്കെ കിട്ടി. അങ്ങനെ ഇവന് ക്ലയൻസിനെയൊക്കെ കിട്ടി, കാശൊക്കെ വന്നപ്പോഴേക്ക് ഇവൻ പുതിയതായിട്ട് ആളുകളൊക്കെ അവൻ്റെ കമ്പനിയിലോട്ട് റിക്രൂട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ തുടങ്ങി. ഞാൻ പക്ഷേ മെക്കാനിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ കൈവയ്ക്കേണ്ട എന്നുള്ള നിലപാടിലാണ് ഞാനിരുന്നത്. എൻ്റെ ഫീൽഡെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോളിലോട്ട് ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് എനിക്ക് വലിയ തരത്തിലുള്ളൊരു ഇതില്ലായിരുന്നു, കോൺടാക്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ളൊരു കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് അണ്ണൻ കയറി അങ്ങ് വലുതായെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡെവലപ്ഡായി. പിന്നീട് ഞാൻ ഇയാളുടെ കമ്പനിയിലോട്ട് പോയപ്പോഴേക്കും കമ്പനി വലുതായി, സ്റ്റാഫുകളുടെ എണ്ണം കൂടി, ആളുകൾ ഇവൻ്റെ കമ്പനീനെക്കുറിച്ച് അറിയപ്പെടാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ എൻ്റെ കമ്പനി ഫേസ് ചെയ്യണ പ്രോബ്ലം എന്ന് പറയണത് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യണ കുറേ സ്റ്റാഫ്സൊക്കെ കൂടെ ചേർന്നിട്ട് പുതിയൊരു കമ്പനി തുടങ്ങാനുള്ള പരിപാടിയിലിരിക്കുകയാണെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എടാ നീ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആരടാ അങ്ങനെ ചെയ്യണത്, അവരെയൊക്കെ വിളിച്ച് നിരത്തി വരുത്തിയിട്ട് ഫയർ ചെയ്യുക, എല്ലായിടത്തിനും അടിച്ച് പുറത്താക്കുക, എന്തിനാണ് ചുമ്മാ ഇവനെയൊക്കെ വെച്ച് വെള്ളം വീത്തുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു എടാ എനിക്ക് ആകപ്പാടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയണത് ഇതാണ്,
യുവന്മാർ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ കാണുന്നതാണ് എനിക്ക് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയണത്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനാണ് യുവന്മാരെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തത്. ഈ വന്ന മണ്ണുണ്ണികൾക്കൊന്നും ഒരു തേങ്ങയും അറിയത്തില്ലായിരുന്നു. കോഡിങ്ങിനെക്കുറിച്ച് ഒരു മാങ്ങ അറിയാത്ത യുവന്മാരെ വിളിച്ചിരുത്തി കോഡിങ് പഠിപ്പിച്ച് ഇത്രയധികം ഡെവലപ്പാക്കി എടുത്തത് ഞാനാണ്. എൻ്റെ അടുത്ത് ആണ് യുവന്മാർ ഈ വേല ഇറക്കണേന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ ചെയ്തത്? അതാകുമ്പോൾ കുറച്ച് കാശിന് ആളെ കിട്ടുമല്ലോ. ഇവൻ്റെ ബുദ്ധി വിമാനമായിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഇവനാണെങ്കിൽ +2 ക്വാളിഫിക്കേഷനുള്ള ആളുകളെ വരെ റിക്രൂട്ട് ചെയ്തിട്ട്, ഇച്ചിരി കഴിവുണ്ടായിരിക്കണം, ഇവൻ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഇവന് മനസ്സിലാവുമല്ലോ, എന്നിട്ട് ഇവൻ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇല്ലാത്ത കാരണം ചിലവന്മാർക്ക് ചാടി പോകാനും പറ്റത്തില്ല, ഇവൻ്റെ കമ്പനിയിൽ തന്നെ കിടക്കുകയും ചെയ്യും. പക്ഷേ ഇവൻ പറഞ്ഞു, എടാ ഞാൻ കുറേ കഴിഞ്ഞപ്പോഴേക്കും നല്ല സാലറിയാണ് ഞാൻ ഇപ്പോൾ യുവന്മാർക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് എന്നെ യുവന്മാർ ഈ കാണിക്കുന്ന തെണ്ടിത്തരമാണെന്ന് എനിക്കും അറിയാം, യുവന്മാർക്കും അറിയാം. പക്ഷേ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തടേ നീ അങ്ങനെ ചെയ്യണത്? അപ്പോൾ അവൻ പറഞ്ഞു, വേറൊന്നുമല്ല, കാരണം എന്ന് പറഞ്ഞാലേ ഞാനാണ് ഇതിൻ്റെ മെയിൻ കോഡർ, ഞാനാണ് ഇതിലെ CTO, ചീഫ് ടെക്നിക്കൽ ഓഫീസർ. യുവന്മാർ ഈ കോഡിങ് ചെയ്ത് തരുന്ന സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലെത്തിയിട്ട് എൻ്റെ കോഡും കൂടെ ചേർന്നിട്ടാണ് അവന് കൊണ്ടു കൊടുക്കുന്നത് ക്ലയൻറ്റിന്. അപ്പോൾ ഇവനൊക്കെ ആണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയൊരു കമ്പനി തുടങ്ങിയെന്ന് വിചാരിച്ചോ. ആക്ച്വലി ഇതൊരു കമ്പനി എന്ന് പറയുന്നത് വളർന്നു വരുന്നൊരു കമ്പനിയാണ്, സമ്മതിച്ച്. അപ്പോൾ ഈ വളർന്നു വരുന്നൊരു കമ്പനിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലയൻസേ കാണത്തുള്ളൂ, കുറച്ച് എംപ്ലോയീസേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ എംപ്ലോയീസിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യാം. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയുകയും ചെയ്യാം. അപ്പോഴാണെങ്കിൽ സുഖമായിട്ട് എന്തോ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് ഒരു കോൺസ്പിറസി തിയറി, അതെന്ന് പറഞ്ഞാൽ ഒരു ഉപജാപം നടത്തിയിട്ട് കുറച്ച് ക്ലയൻസിനെയും പിടിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് ചെറിയ കമ്പനിയിൽ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവനൊക്കെ എൻ്റെ കമ്പനിയിൽ നിന്ന് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും ഒരു കമ്പനി തുടങ്ങിയെന്ന് വിചാരിച്ചോ, കുത്തുവാളെടുത്ത് തെറ്റിപ്പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമല്ല, ഇവൻ്റെയൊക്കെ വിചാരം ഇവൻ്റെ കോഡിങ്ങാണ് ഞാൻ ക്ലയൻറ്റിന് ഡയറക്റ്റ് കൊടുക്കണമെന്നാണ്. പക്ഷേ അങ്ങനെ അല്ല. ഞാൻ എന്നിട്ട് എൻ്റെ കുറേ കോഡിങ്ങളൊക്കെ ഇട്ട് ഡെവലപ്പാക്കിയിട്ട് ഒക്കെയാണ് കൊടുക്കുന്നത്. ചിലതൊക്കെ ആണെങ്കിൽ യുവന്മാർ ഒരു ആവശ്യമില്ലാത്ത ടൈപ്പ് ചെയ്യണ കുറച്ച് കോഡ്സും കൂടെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലയൻസിന് എൻ്റേതായ രീതിയിലാണ് ഞാനിത് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, യുവന്മാരൊക്കെ ഒരു കമ്പനി തുടങ്ങിയുള്ളൊരു അവസ്ഥ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. യുവന്മാർ ഇത് മനസ്സിൽ കാണുമ്പോൾ ഞാൻ ഇതൊക്കെ മാനത്ത് കാണുന്നുണ്ട്, ഇതൊന്നും യുവന്മാർക്ക് അറിയത്തില്ല. അങ്ങനെയാണ് യുവന്മാർ എന്തോ ചെയ്യണത്, എൻ്റെ കമ്പനി കിടന്ന് വിളയാട്ടണത്. പക്ഷേ യുവന്മാരൊന്നും ജമ്മത്ത് വേറെ കമ്പനി തുടങ്ങാനും പോകുന്നില്ല. യുവനൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ യുവന്മാരെയൊന്നും പിരിച്ചുവിടാത്തത് വേറൊന്നും കൊണ്ടല്ല, ഇവനെയൊക്കെ പഠിപ്പിച്ച് ഡെവലപ്പാക്കി എടുക്കാനായിട്ട് എനിക്ക് കുറേ സമയം വന്നു. ഇനിയിപ്പോൾ ഞാൻ യുവന്മാരെയൊക്കെ പിരിച്ചു വിട്ടിട്ട് വേറെ കുറേ എണ്ണത്തിന് കൊണ്ടുവന്നാൽ അതൊക്കെ തന്നെയാണ് അവസ്ഥ എന്ന് പറയണത്. ഇനി അവനെയൊക്കെ ഞാൻ ഇനി വീട്ടിൽ പഠിപ്പിച്ചെടുത്ത് ഈ ഒരു പരിവാക്കി എടുക്കണം. പിന്നെ അവന്മാർ പഠിച്ചെടുത്ത് ഈ ഒരു പരിവായിട്ട് വരുമ്പോഴേക്കും പുതിയ കമ്പനി തുടങ്ങാനായിട്ട് പ്ലാൻ ഇടും. ഇപ്പോൾ യുവന്മാർ തുടങ്ങണമൊക്കെ എനിക്ക് തുടങ്ങാൻ പോണ കാര്യങ്ങളൊക്കെ ഏതുവരെ പോവും, എവിടം വരെ പോകും എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാൻ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. കാരണം ഞാൻ വീട്ടിൽ പോകുമ്പോൾ തന്നെ രാത്രി 12 മണിയാവും എൻ്റെ ഈ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ട്. അപ്പോൾ യുവന്മാർ ഈ കാണിക്കുന്ന എൻ്റർടൈൻമെൻറ്റേ എനിക്കുള്ളൂ, ആകപ്പാടെ എനിക്ക് കണ്ട് രസിക്കാനായിട്ട്. ഞാൻ ഒരു പടം കണ്ടിട്ട് എത്ര ദിവസമായെന്ന് നിനക്കറിയാമോ എന്നൊക്കെ അവൻ എൻ്റെ അടുത്തൊക്കെ ചോദിച്ചു. പിന്നീട് കുറേ കാലമായിട്ട് എനിക്ക് അവനുമായിട്ടൊന്നും വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ വീണ്ടും കോൺടാക്റ്റ് ചെയ്തപ്പോഴേക്കും അവൻ അങ്ങ് വളർന്ന് പന്തലിച്ച് ഒരു വലിയൊരു വടവൃക്ഷമായെന്ന് വേണം പറയാനായിട്ട്. അവൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലുതായി. ഇവനാണെങ്കിൽ ഇവൻ വളർന്ന് വലുതാവണതിനൊപ്പം തന്നെ ഇവൻ്റെ കൂടെ ഉള്ളവരെയും കൂടെ അങ്ങ് സഹായിച്ചതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുടുംബക്കാരെ. ഇവൻ്റെ ചേട്ടനൊക്കെ പുതിയ ബിസിനസ്സൊക്കെ ഇട്ടുകൊടുത്ത്, ഇവൻ്റെ അനിയന് പുതിയ ബിസിനസ്സൊക്കെ ഇട്ടുകൊടുത്ത്, അങ്ങനെ ഇവനാണെങ്കിൽ വളരെ നല്ല രീതിയിൽ വലിയ ഡെവലപ്ഡ് സെറ്റപ്പൊക്കെ ആയി. ഇവൻ കോടീശ്വരനായി, സത്യം പറയുകയാണെങ്കിൽ കോടീശ്വരനായെന്ന് തന്നെയാണോ പറയാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നീട് ഇവൻ്റെ കമ്പനിയിലൊക്കെ പോയിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ മറ്റേ എംപ്ലോയീസൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, എടാ എൻ്റെ കമ്പനി ഇപ്പം ഭയങ്കര വലുതായപ്പോൾ പ്രശ്നമെന്ന് പറയണത് ഭയങ്കര ബിസിനസ് നടക്കുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റ് കുറവാണെന്നൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവൻ അതിനുള്ളൊരു സങ്കടമുണ്ട്. കാരണം ബിസിനസ് നടക്കുമ്പോൾ പ്രോഫിറ്റ് കുറയണ കാര്യം ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കണതെന്ന് ഞാൻ അവൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് എങ്ങനെയാടേന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഇപ്പം അവനാണെങ്കിൽ വേറെ കമ്പനിയിലോട്ടൊക്കെ ആളെ സപ്ലൈ ചെയ്യണ പരിപാടിയുണ്ട്, മാൻ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കമ്പനിയിലോട്ട് കോഡിങ് പഠിച്ച ആളുകളെയൊക്കെ അങ്ങ് സപ്ലൈ ചെയ്തിടും. എന്നിട്ട് അവരാണെങ്കിൽ അവർക്ക് ഒരു സാലറി ഇവൻ ഫിക്സ് ചെയ്യും. ഇവ ഒരു 50,000 രൂപ വാങ്ങിച്ചിട്ട് അവന്മാർക്ക് ഒരു 25,000 കൊടുക്കും, പകുതി കാശ് ഇവ എടുക്കും. അങ്ങനെയുള്ള
അടിപൊളി സെറ്റപ്പിലൊക്കെയാണ് ഇവ ഇപ്പം ജീവിക്കുന്നത്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവ അല്ലാതെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇവ അവിടുത്തെ വർക്കൊക്കെ പിടിച്ച് ചെയ്യുന്നുണ്ട്. അവന് ഇപ്പം പല രാജ്യങ്ങളിലും ഓഫീസുണ്ട്. ഓഫീസെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവൻ ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ വേലയും കൂലയും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന സായിപ്പുമാരെയൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ ഇവൻ്റെ ആളാക്കും. എന്നിട്ട് പറഞ്ഞ് നീ എനിക്ക് ഒരു വർക്ക് പിടിച്ച് തരികയാണെങ്കിൽ നിനക്ക് ഞാൻ ഇത്ര രൂപ തരുമെന്ന് പറയും. അങ്ങനെ ഓരോ വർക്കിനും കമ്മീഷൻ ബേസിസിൽ ഇവൻ ഓരോ അടുത്ത് ഇവൻ്റെ കമ്പനിയിൽ ഓഫീസ് വെച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തും. പിന്നെ ഇവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, 5 പൈസ ചിലവില്ലാതെ നമുക്ക് ഒരു ബിസിനസ്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവനാണെങ്കിൽ ഓരോ സ്റ്റാർട്ടപ്പ് പരിപാടികൾ പല രാജ്യങ്ങളിലും നടക്കുമല്ലോ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ പിച്ച് ചെയ്യണ ചില പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്ന്, കുറേ വെബ്സൈറ്റിലൊക്കെ വന്നിട്ട് ആളുകൾ അവരുടെ സ്റ്റാർട്ടപ്പ് ഐഡിയകളൊക്കെ ഇങ്ങനെ പറയും. ചിലപ്പോൾ അത് കമ്പനി ആയിരിക്കും പറയണത്, ചിലപ്പോൾ വ്യക്തികളായിരിക്കും പറയണത്. അപ്പോൾ ഇവനാണെങ്കിൽ പോയിട്ട് പറയും ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് പറയും കാശായിട്ടല്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണത്, ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തരാം, സോഫ്റ്റ്വെയർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, നിങ്ങൾ എനിക്ക് ഷെയർ തരണം. അപ്പോൾ അവർ സമ്മതിക്കും. അപ്പം പറയും എനിക്ക് സോഫ്റ്റ്വെയറിനുള്ള റണ്ണിങ് കോസ്റ്റ് നിങ്ങൾ എനിക്ക് തരണമെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് തുച്ഛമായ തുകയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവനാണെങ്കിൽ പറയണത് വേറൊന്നുമല്ല, ഇവന് പണിയെടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശും കിട്ടും, ലാഭവും കിട്ടും, അതേസമയം ആ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഒരു ഷെയറും കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് വല്ല മെച്ചം ഉണ്ടാടെ എന്ന് ചോദിക്കും. അവൻ പറഞ്ഞ് ഒരു 100 സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഒരൊറ്റ സ്റ്റാർട്ടപ്പ് രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മളും രക്ഷപ്പെടുമെന്ന് പറയും. ഇപ്പോൾ ആ കമ്പനി ആയിരിക്കും ഞാൻ അടുത്ത ഒരു ഫേസ്ബുക്കിലെ ഒരു മാർക്ക് സുക്കർബർഗിൻ്റെ കമ്പനി പോലെ വളർന്ന് വലുതാവണമെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. മേ ബി അവനൊരു ബിസിനസ് മാനാണ്, അവന് വലിയ നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. ഇവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയറാണ്. ഇവൻ്റെ സോഫ്റ്റ്വെയറിനുള്ള കാശ് കിട്ടുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് കാശും കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവനാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയറും കിട്ടുന്നുണ്ട്, ഒരു മേജർ ഷെയറും ഇവന് കിട്ടുന്നുണ്ട്. അങ്ങനെ 5 പൈസ ചിലവില്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഒരു ദിവസം അവിടെയാണെങ്കിൽ ആളെടുക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് ഇൻ്റർവ്യൂവിൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്നായിരുന്നു. അവനാണെങ്കിൽ സോഫ്റ്റ്വെയറിൽ എല്ലാ പരിപാടിയും അറിയാം, ഹൈലി സ്കിൽഡ് ആൻഡ് ടാലൻറ്റഡ് ആണ്, കണ്ടാൽ തന്നെ അറിയാം കാട്ട് സാധനമാണെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷേ അവനെ എടുത്തില്ല. ഞാൻ ചോദിച്ചു എന്താണ് നീ എടുക്കാത്തത്? അവൻ ഭയങ്കര കിടിലല്ലേ. അവൻ പറഞ്ഞു എങ്ങാനും എൻ്റെ കമ്പനിയിൽ വരികയാണെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ കമ്പനീൻ്റെ എംപ്ലോയീസിനെ വിളിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എന്തിനടെ എൻ്റെ ശവക്കല്ലറിയിൽ ആണി അടിക്കുന്നത്? അപ്പോൾ ഇവനെ അറിയാം ആരെ എടുക്കണ്ടെന്ന്. ഇവന് ആവശ്യമുള്ളവരെ മതി, അല്ലാതെ അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളെയൊന്നും ഇവന് വേണ്ട. ഇവനാണെങ്കിൽ ഇവൻ്റെ ജോലി മര്യാദയ്ക്ക് ചെയ്തു തീർക്കണം, അവന് അതിനുള്ള ആൾ മതി. അല്ലാതെ കൂടുതൽ ക്വാളിഫിക്കേഷനും സ്കില്ലും ഉള്ള ആളെ എടുത്ത് ഇവൻ സ്വയം ചാക്കിലാവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ പയ്യ അവിടെ ജോലിക്ക് കയറുകയാണെങ്കിൽ ഇവൻ്റെ കമ്പനിയിൽ നിന്ന് പുറത്ത് ചാടി വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫ് തന്നെ ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് പിരികയറ്റി എല്ലാവരും കൂടെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവൻ ആദ്യമേ തന്നെ ആ പയ്യനെ എടുക്കാത്തത്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കാനായിട്ട്. പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവരടുത്ത് എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ? ഒറ്റ എണ്ണത്തിനെ പച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അത് സ്വന്തം തന്തയായാൽ പോലും ശരി തന്നെ ഒരിക്കലും വിശ്വസിക്കരുത്. കുടിച്ച വെള്ളത്തിൽ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ചെറിയ കമ്പനിയാണെങ്കിൽ അവന്മാർ വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമെന്ന് വിചാരിച്ചിട്ട് അവന്മാർ അതിന് നോക്കും. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.